അതിരില്ലാതെ പരന്നു കിടപ്പുണ്ടാകാശം നീലാകാശം. അവിടെ പക്ഷി കണക്കെ പായാൻ കവിയുന്നുണ്ടേ മോഹം, കവിയുന്നുണ്ടേ മോഹം. ചിറകില്ലാതെ പറക്കാനാമോ ചിന്താശൂന്യതയല്ലേ, ചിറകില്ലാതെ പറക്കാനാമോ ചിന്താശൂന്യതയല്ലേ. ഗഗനരഥത്തിൽ കയറിപ്പോകാം ഗതിയില്ലല്ലോ വേറെ, ഗഗനരഥത്തിൽ കയറിപ്പോകാം ഗതിയില്ലല്ലോ വേറെ. എന്നാൽ എന്റെ മനസ്സിനു ചെല്ലാം എല്ലാ ദിക്കിലുമൊപ്പം, എന്നാൽ എന്റെ മനസ്സിനു ചെല്ലാം എല്ലാ ദിക്കിലുമൊപ്പം. ചിറകില്ലാതെ രഥമില്ലാതെ പാറാനെങ്ങനെയാവും, ചിറകില്ലാതെ രഥമില്ലാതെ പാറാനെങ്ങനെയാവും. ആരു കൊടുത്തു ശക്തി മനസ്സിനു ദൂരം തരണം ചെയ്യുവാൻ, ആരു കൊടുത്തു ശക്തി മനസ്സിനു ദൂരം തരണം ചെയ്യുവാൻ, ദൂരം തരണം ചെയ്യുവാൻ. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എഴുതിയ നീലാകാശം എന്ന മനോഹരമായ ഒരു കവിതയിലേക്കാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രവേശിച്ചത്. കവിത നമ്മൾ കേട്ടു, നല്ല താളത്തിൽ പാടിയത് നമ്മൾ കേട്ടു, നമ്മളും മനോഹരമായ ഒരു താളത്തിൽ പാടിക്കഴിഞ്ഞു. അടുത്തതായി നമ്മൾ കവിതയുടെ ആശയമാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ കവിതയുടെ പ്രധാനപ്പെട്ട ആശയം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് കവിതയോടൊപ്പം കൊടുത്തിരിക്കുന്നത്. അപ്പൊ കുട്ടിയുടെ ആഗ്രഹം പക്ഷിയെ പോലെ ആകാശത്ത് പറക്കുക എന്നതാണ്. അപ്പൊ കഴിഞ്ഞ ദിവസത്തിലെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾക്കും ധാരാളം സ്വപ്നങ്ങളുണ്ട്, നമ്മൾ ധാരാളം സ്വപ്നങ്ങൾ കാണാറുണ്ട്. നല്ല ജോലി നേടുന്നത്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്വപ്നത്തിൽ കാണാറുണ്ട്, നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ഇവിടെ കവിതയിൽ ഒരു പെൺകുട്ടി, അവളുടെ ആഗ്രഹം അവൾക്ക് പക്ഷിയെ പോലെ ആകാശത്ത് പറക്കുക എന്നതാണ്. പക്ഷിയെ പോലെ ആകാശത്ത് പാറി നടക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. കാരണം നമുക്ക് അവയെ പോലെ ചിറകുകളില്ല. പക്ഷേ കവിതയിൽ കുട്ടിക്ക് പക്ഷിയെ പോലെ ആകാശത്ത് പാറി നടക്കണമെന്നാണ് ആഗ്രഹം. അവളുടെ ആഗ്രഹം സാധ്യമാകുമോ എന്ന് നമുക്ക് നോക്കാം. കവിത നമുക്ക് വായിച്ച് കവിതയുടെ ആശയം പരിശോധിക്കാം. അതിരില്ലാതെ പരന്നുകിടപ്പുണ്ടാകാശം നീലാകാശം, അതിരില്ലാതെ പരന്നുകിടപ്പുണ്ടാകാശം നീലാകാശം. ആകാശത്തിന് അതിരില്ല, ആകാശത്തിന് അതിരില്ല. അതിരില്ലാതെ പരന്നു കിടക്കുകയാണ് ആകാശം. അതിര് എന്ന് വെച്ചാൽ അതിർത്തി, അല്ലെ? അനന്തമായ ആകാശത്ത്. ആകാശത്തിന്റെ അതിര് നമുക്ക് കാണാൻ പറ്റില്ല, ആകാശത്തിന് അതിരില്ല എന്ന് തന്നെ നമുക്ക് പറയാം, അല്ലെ? ആകാശത്തിന് നീണ്ട് വിശാലമായി കിടക്കുന്ന ആകാശത്തിന്റെ അറ്റം അല്ലെങ്കിൽ ആകാശത്തിന്റെ അതിർത്തി എവിടെയാണെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. ഇങ്ങനെ വിശാലമായി കിടക്കുന്ന ആകാശം, അവിടെ പക്ഷി കണക്കെ പായാൻ കവിയുന്നുണ്ടേ മോഹം. ഈ ആകാശത്ത് പക്ഷി കണക്കെ, പക്ഷിയെ പോലെ പാറി നടക്കാനാണ് കുട്ടിയുടെ ആഗ്രഹം. ആ കുട്ടിയുടെ മനസ്സിലുള്ള അവളുടെ ഏറ്റവും വലിയ സ്വപ്നം അവളെ പറഞ്ഞിരിക്കുകയാണ്. ആകാശത്ത് അതിരില്ലാതെ പരന്നു കിടക്കുന്ന ഈ വിശാലമായ ആകാശത്ത് ഒരു പക്ഷിയെ പോലെ പറന്നു നടക്കണമെന്നാണ് കുട്ടിയുടെ ആഗ്രഹം. ചിറകില്ലാതെ പറക്കാനാമോ ചിന്താശൂന്യതയല്ലേ. പക്ഷേ ആകാശത്ത് പക്ഷിയെ പോലെ പറന്നു നടക്കണമെങ്കിൽ ഒരു കാര്യം കൂടി വേണം. നമുക്ക് പക്ഷികളെ പോലെ ചിറകുകൾ വേണം, അല്ലെ? ചിറകുകൾ വേണം. നമുക്ക് ചിറകുകളില്ല. ചിറകുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പക്ഷിയെ പോലെ ആകാശത്ത് പാറി നടക്കാനും സാധിക്കില്ല. ചിറകില്ലാതെ പറക്കാനാമോ ചിന്താശൂന്യതയല്ലേ. നമുക്ക് പക്ഷികളെ പോലെ ചിറകുകളില്ലാത്തത് കൊണ്ട് ആകാശത്ത് പാറി നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ചിന്താശൂന്യതയാണ്. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ് എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം നമുക്ക് ചിറകില്ലാത്തത് കൊണ്ട് ഒരിക്കലും ആകാശത്ത് പാറി നടക്കാൻ പറ്റില്ല. എന്നാൽ ഗഗനരഥത്തിൽ കയറിപ്പോകാം ഗതിയില്ലല്ലോ വേറെ. ഗഗനരഥത്തിൽ കയറിപ്പോകാം
ഗതിയില്ലല്ലോ വേറെ. ഗഗനരഥം, ഗഗനം എന്ന് വെച്ചാൽ ആകാശം എന്നാണ് അർത്ഥം. ഗഗനം എന്ന വാക്കിന്റെ അർത്ഥം ആകാശം എന്നാണ്. ഗഗനരഥത്തിൽ കയറിപ്പോകാം ഗതിയില്ലല്ലോ വേറെ. ഗതി എന്ന് വെച്ചാൽ വഴി. ആകാശത്തിലൂടെ പോകുന്ന രഥം, അതായത് വിമാനം, ആകാശത്തിലൂടെ പോകുന്ന രഥം, വിമാനം, ആകാശരഥത്തിൽ, വിമാനത്തിൽ കയറി അവളുടെ ആഗ്രഹം തീർക്കുകയല്ലാതെ വേറെ ഒരു വഴിയില്ല. ആ കുട്ടിയുടെ ആഗ്രഹം പക്ഷിയെ പോലെ ആകാശത്ത് പറന്നു നടക്കണമെന്നാണ്. പക്ഷേ ചിറകില്ലാത്തത് കൊണ്ട് ആ ആഗ്രഹം സാധിക്കില്ല. എന്നാൽ അവൾക്ക് ആകാശത്ത് പാറി നടക്കാം, അല്ലെങ്കിൽ ആകാശത്തു കൂടെ പറക്കാം. അതിന് ഒരു വഴിയുണ്ട്. എന്താ? വിമാനത്തിൽ കയറുക. വിമാനത്തിന് ചിറകുകളുണ്ട്. ആകാശത്തൂടെ അവൾക്ക് സഞ്ചരിക്കണമെങ്കിൽ വിമാനത്തിൽ കയറിയാൽ മതി എന്നാണ് ഇവിടെ പറയുന്നത്. ഒന്നുകൂടി നമുക്ക് ആദ്യം മുതലേ നോക്കാം. അതിരില്ലാതെ പരന്നുകിടപ്പുണ്ട് ആകാശം, നീലാകാശം. ആകാശത്തിന് അതിരില്ല, വിശാലമായി പരന്നു കിടക്കുന്ന ആകാശം. അവിടെ പക്ഷികണക്കെ പായാൻ കവിയുന്നുണ്ട് മോഹം. ഈ ആകാശത്ത് പക്ഷിയെ പോലെ പാറി നടക്കുക എന്നതാണ് അവളുടെ മോഹം. ചിറകില്ലാതെ പറക്കാനാമോ ചിന്താശൂന്യതയല്ലേ? എന്നാൽ ആകാശത്ത് പറക്കുക എന്നത് ചിന്താശൂന്യമായി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം നമുക്ക് ചിറകില്ല. എന്നാൽ ഗഗനരഥത്തിൽ കയറിപ്പോകാം ഗതിയില്ലല്ലോ വേറെ. ആകാശത്തുകൂടെ പറക്കണമെങ്കിൽ നമുക്ക് ഒരു വഴി മാത്രമേ ഉള്ളൂ, ഗഗനരഥത്തിൽ കയറുക. അതായത് വിമാനത്തിൽ കയറി ആകാശത്തുകൂടെ സഞ്ചരിച്ച് ആകാശത്തിലെ കാഴ്ചകൾ കാണുക എന്നത് മാത്രമേ നമുക്കൊരു വഴിയുള്ളൂ. മറിച്ച് പക്ഷിയെ പോലെ ചിറകും വിരിച്ച് പാറി നടക്കാൻ നമുക്ക് സാധിക്കില്ല എന്നാണ് ഇവിടെ കവി പറയുന്നത്. ഇത്രയും ഭാഗം നിങ്ങൾ ഒന്ന് രണ്ട് തവണ നന്നായി വായിക്കുക. കവിതയുടെ ആശയം സ്വന്തമായിട്ട് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.